ഓം നമഃ ശിവായ. കേരളം ദേവഭൂമി. നദികളും കായലുകളും ക്ഷേത്രങ്ങളുമുള്ള ഈ മണ്ണിൽ ശിവന്റെ സാന്നിധ്യം ശാശ്വത. പുരാണം പറയുന്നു, പരശുരാമൻ പരശു കടലിലേക്ക് എറിഞ്ഞു, കടൽ പിന്മാറി, കേരളം പിറന്നു. ഈ മണ്ണിന് സംരക്ഷണമായി ശിവക്ഷേത്രങ്ങൾ സ്ഥാപിച്ചു എന്നാണ് വിശ്വാസം. കേരളം ശിവഭക്തിയുടെ മണ്ണാണ്. വൈക്കം മഹാദേവ ക്ഷേത്രം. ഭക്തരുടെ പ്രാർത്ഥന കേൾക്കുന്ന മഹാദേവന്റെ സാന്നിധ്യം ഇവിടെ അനുഭവിക്കാം. തൃശൂരിലെ വടക്കുംനാഥൻ ക്ഷേത്രം. കാലത്തിന്റെയും ചരിത്രത്തിന്റെയും സാക്ഷിയായി മഹാദേവൻ ഇവിടെ നിലകൊള്ളുന്നു. എട്ടുമാനൂരിൽ നടരാജൻ. സൃഷ്ടിയും സംഹാരവും ഒരേ നൃത്തത്തിൽ പ്രകടമാകുന്നു. വിളക്കുകളുടെ പ്രകാശത്തിൽ, ഘണ്ഠനാദത്തിന്റെ ശബ്ദത്തിൽ ശിവൻ കേരളത്തിന്റെ ആത്മാവായി നിലകൊള്ളുന്നു. മഹാശിവരാത്രി. കേരളത്തിൽ ഇത് ഒരു ഉത്സവം മാത്രമല്ല, ആത്മീയമായൊരു അനുഭവമാണ്. ആലുവയിലെ പെരിയാർ തീരത്ത് ലക്ഷക്കണക്കിന് ഭക്തർ ഒരുമിച്ച് ശിവനാമം ജപിക്കുന്നു. ഈ രാത്രിയിൽ നദിയിൽ സ്നാനം. പിതൃകർമ്മങ്ങൾക്കും പ്രാർത്ഥനകൾക്കും വിശേഷമായ സമയമാണ്. വടക്കുംനാഥൻ ക്ഷേത്രത്തിൽ മുഴുവൻ രാത്രി പൂജകളും ജാഗരണവും നടക്കുന്നു. ഭക്തർ ജാഗരണമിരിക്കുന്നു. ഓം നമഃ ശിവായ എന്ന നാദം മുഴങ്ങുന്നു. ഈ രാത്രിയിൽ ഇരുട്ടിനെ തരണം ചെയ്ത് ആത്മബോധത്തിലേക്ക് മനുഷ്യൻ ഉയരുന്നു. മഹാശിവരാത്രി. കേരളത്തിന്റെ ആത്മാവിൽ പതിഞ്ഞ ഒരു പരിശുദ്ധ രാത്രി. ഇത് കോൺഷ്യസ് കോഡ് ഇന്ത്യ. പ്രാചീന ജ്ഞാനവും ആധുനിക ബുദ്ധിയും ഒന്നിക്കുന്ന യാത്ര. സബ്സ്ക്രൈബ് ചെയ്യൂ.